മറ്റൊരു സുധാകരൻ നായര. പക്ഷേ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഈ കേസിൽ പ്രതിയായി നിന്റെ അച്ഛൻ അകത്തു പോകും. അച്ഛാ, ഞാൻ പറയുന്നതൊന്ന് അച്ഛൻ കേൾക്കണം. അതിനുള്ള മനസ്സൊന്ന് കാണിക്കണം. DK പോലൊരു നല്ല മനുഷ്യനോട് നീ കാണിച്ചത് എന്താണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതിന്റെ അപമാനം ഞങ്ങളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസവഞ്ചനല്ലേ നീ അവരോട് കാണിച്ചത്? ആ വീട്ടിൽ താമസിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് ആ കുടുംബത്തെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? സ്വന്തം മകളെ പോലെ സ്നേഹിച്ചൊരു അമ്മയല്ലേ നീ ചതിച്ചത്? അതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പൊയ്ക്കോ. അവിടെ ചെന്ന് കാല് പിടിച്ച് അവര് ക്ഷമിച്ചിട്ടല്ലാതെ നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോയ്ക്കോ. പോകാൻ. അച്ഛൻ പറയുന്നൊക്കെ ഞാൻ കേൾക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളതും കൂടി അച്ഛനൊന്ന് കേൾക്കണം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? നീ ഇനി ഒരു വാക്കുപോലും വേണ്ടി പോരുത്. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുകയും ചെയ്യരുത്. പണിയുണ്ട്. ഇങ്ങോട്ട് വരാം. ഇറങ്ങിപ്പോടി. ഇല്ലാതെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ അച്ഛാ. ഇറങ്ങിപ്പോടി. DK നിന്നോട് ക്ഷമിക്കുന്ന നിമിഷം വരെ നിന്നെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. പോ. ഇറങ്ങിപ്പോ. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. അതിനുള്ള എല്ലാ കൂലിയും നീ എനിക്ക് തന്നു. മതി. ഇനി ഇതൊന്നും സഹിക്കാൻ എനിക്ക് വയ്യ. പോ. നീ എന്റെ മനസ്സിൽ ഇങ്ങനൊരു മകളില്ല. എങ്ങോട്ടാണെന്ന് വെച്ചാ പോകോ. ജ്യോതിയുടെ മെഡിക്കൽ DKക്ക് ജാമ്യത്തിലിറങ്ങാൻ പറ്റിയതെങ്കിലും അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാണ് കിട്ടിയത്. ഇനി അവൾ എന്തായാലും അമരാവതിയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരാനായിരുന്നെങ്കിൽ അവള് തന്നെയാണ് DK ജാമ്യത്തിലിറക്കിയതെന്ന് അവള് DKയോട് പറയുമായിരുന്നു. എന്തായാലും DKക്ക് മുന്നിൽ ഇനി എന്റെ അന്തസ്സും ഉയരും. ഡ്രൈവർ, വണ്ടി ലെഫ്റ്റിലേക്ക് തിരിക്കൂ. ശരി സർ. നമുക്ക് റൈറ്റിലേക്കല്ലേ പോകേണ്ടത്? ഡ്രൈവർ ലെഫ്റ്റ്. മായ, നീ ഇവിടെ ഇരിക്കുക. ഞാനിപ്പോ വരാം. നിനക്കാത്ത നേരത്താവും ചിലത് അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവര് ചിലപ്പോ വൻ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടാകും കടന്നു പോകുന്നത്.
അതുണ്ടാകാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുത്തേ പറ്റൂ. അങ്ങനൊരു മുൻകരുതലാണിതെന്ന് കരുതിയാൽ മതി. അറിയേണ്ട സമയമാകുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇപ്പൊ തൽക്കാലം ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? എന്നാലും ആരായിരിക്കും ആ കാറിനുള്ളിലിരുന്ന സ്ത്രീ? ഇത്ര പെട്ടെന്ന് അവൻ വലപിടിച്ചു പോകുമെന്ന് കരുതിയില്ല ഞാൻ. വല്ലാത്ത ക്ഷീണമായിപ്പോയി. അതിനിടയിലേക്ക് അഡ്വക്കേറ്റ് പ്രിയദർശിനി തമ്പി എവിടുന്ന് വന്നു? ഈ കേസുമായി ആരവരെ ബന്ധപ്പെടുത്തിയത്? ഞാനത് അന്വേഷിച്ചു. അമരാവതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ ഏൽപ്പിച്ചത് അഡ്വക്കേറ്റ് ജേക്കബ് തോമസിനെ. വക്കീൽ അവിടെ ചെന്ന് പത്മാവതിയമ്മയെ കണ്ട കാര്യമൊക്കെ ചിത്ര എന്നോട് പറയുകയും ചെയ്തു. ഇനി ഇതിന്റെ പിന്നില് ആ ജ്യോതിയാണോ? ജ്യോതിക്ക് എങ്ങനെ അവരെ അറിയാം? എന്തായാലും ശക്തമായ ഒരു അടിയൊഴുക്ക് നടന്നിട്ടുണ്ട്. DKക്ക് വേണ്ടി ആരോ ഇടപെട്ടു. മൈ ലിറ്റിൽ കണ്ണ, യു ആർ ഗ്രേറ്റ്. എന്റെ മകന് ജാമ്യം കിട്ടാൻ നീ എന്റെ മകനെ ഹെൽപ്പ് ചെയ്തല്ലോ കണ്ണ. താങ്ക്സ്, വെരി വെരി താങ്ക്സ്. എന്താടി നീ മായിച്ച് വിളിച്ചു? ഓ, അവരിങ്ങ എത്താറായോ? നിനക്ക് ഞാൻ എത്ര ലിറ്റർ വെണ്ണ വേണമെങ്കിലും തരാൻ കണ്ണ. യു ആർ മൈ സ്വീറ്റ്. എല്ലാം നിന്റെ ലീലാവിലാസങ്ങളല്ലേ കണ്ണ. കൃഷ്ണ, ഗുരുവായൂരപ്പ. അമ്മേ, വന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പുറത്തേക്കല്ല പോകാൻ പറഞ്ഞത്. അകത്തേക്ക്. എന്തായി കാണിക്കുന്നത്? ഇവിടേക്ക് തിരിച്ചു കയറാൻ എന്ത് മന്ത്രമാടി നീ പ്രയോഗിച്ചത്? ഞാൻ ഒരു മന്ത്രവും പ്രയോഗിച്ചിട്ടില്ല.
അറിയാവുന്ന ദൈവങ്ങളോടൊക്കെ നന്നായിട്ടങ്ങ് പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അവളുടെ ഒരു പ്രാർത്ഥന. സ്വന്തം ഭർത്താവിനെ ജയിലിൽ കേട്ടിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്? ഞാൻ കാരണം DK ജയിലിലായെങ്കിൽ ഞാൻ തന്നെ DK ജാമ്യത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. അതാര് വിശ്വസിക്കും? DK അടക്കം വിശ്വസിച്ചിരിക്കുന്നത് ഞാനാണ് DK ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്നതെന്ന്. ഇനി അതിന്റെ ക്രെഡിറ്റ് നിനക്ക് ഞാൻ തരില്ല. അതിനെനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല മായേ. DK ജാമ്യത്തിലെടുത്തതിന്റെ ക്രെഡിറ്റ് നീ തന്നെ വെച്ചോ. പക്ഷേ DKയുടെ ഭാര്യ എന്ന പദവി അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്താ പറഞ്ഞത്? നീ കേട്ടത് തന്നെ. മനസ്സുകൊണ്ട് മരിക്കാൻ തീരുമാനിച്ച നിമിഷത്തിലാണ് DK എന്നെ തിരിച്ചു വിളിച്ച് അകത്തേക്ക് കയറ്റിയത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. DKയുടെ ജീവിതത്തിൽ നിന്ന് ഇനി ഒരിക്കലും ഞാൻ ഒഴിഞ്ഞു പോവില്ല. നിന്നെ ഞാൻ അധിക ഷോ കാണിക്കല്ലേ മരുമോളെ. നിന്റെയൊക്കെ അമ്മായിയമ്മ തന്നെയാ ഞാൻ ഇപ്പോഴും. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും പോലെ ഞാൻ DK ഉപേക്ഷിക്കുകയോ DK എന്നെ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് ഉറപ്പാ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾ എല്ലാത്തിന്റെയും അമ്മായിയമ്മയായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അമ്മയ്ക്കൊരു ഡൗട്ടുണ്ട്. അമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? ജ്യോതി ആ തെളിവുകൾ ജയരാമൻ എടുത്തു കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് നിന്നെ അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. പക്ഷേ അവളത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവളെ കൊണ്ട് ജയരാമൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് എല്ലാ മനുഷ്യരെയും പൂർണ്ണ വിശ്വാസമാണ്. മറ്റുള്ളവർ അങ്ങനെയല്ല. പുറമേ ചിരിക്കും, മനസ്സുകൊണ്ട് വെറുക്കും. തേൻ പുരട്ടിയ മധുരമുള്ള വാക്കുകളാൽ സംസാരിക്കുമ്പോഴും നമുക്ക് നേരെ എഴുവാൻ വിഷം പുരട്ടിയ കൂരമ്പുകൾ അവർ കരുതും. അമ്മയ്ക്ക് എല്ലാവരും നല്ലവരെന്ന് തോന്നുന്നത് അമ്മയുടെ നല്ല മനസ്സുകൊണ്ടാണ്. ഒരു ചതിയിലൂടെ അവൾ എന്നെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറഞ്ഞ് അവൾ ഈ വീട് വിട്ടുപോയി. പോയ അവൾ തിരിച്ചു വന്നത് ജയരാമന്റെ സ്പൈ ആയിട്ടാണെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല. പല തവണ അവൾ ആ ലോക്കർ എടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടതാ. ഒടുവിൽ അവളെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അവള് ജയരാമനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി. അതാ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അമ്മയോടൊപ്പം കളിച്ചും ചിരിച്ചും അമ്മയെ സ്നേഹിക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചും 24 മണിക്കൂറും. ഒരിക്കലെങ്കിലും അവൾക്ക് അമ്മയോട് പറയാമായിരുന്നു ഇങ്ങനൊരു കാര്യത്തിന് ജയരാമൻ അവളെ നിർബന്ധിക്കുന്നുവെന്ന്. പറഞ്ഞ അവള് ഇല്ലല്ലോ. അതല്ലേ അമ്മ ഏറ്റവും വലിയ ചതി. അതുകൊണ്ട് ഇനി ഒരിക്കലും അവളെ ഭാര്യയായിട്ട് കാണാനോ ഭാര്യയുടെ അവകാശങ്ങൾ കൊടുക്കാനോ എനിക്കാവില്ല. പിന്നെന്തിനാ മോനെ നീ അവളെ തിരിച്ചു വിളിച്ചത്? എന്റെ മരുമക്കൾ എല്ലാരും അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും പിന്നെ എന്തിനാ നീ അവളെ കൈപിടിച്ച് കയറ്റിയത്? ശരി, എപ്പോഴേക്കോ ഞാൻ നിങ്ങളെയൊക്കെ കുറച്ചെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവൾക്ക് ഒരവസരം കൂടി നൽകാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. അത് അങ്കിൾ പാലിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. പറയുന്നത് എന്ത് കണ്ടീഷനും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാം. ഞാൻ എന്താ ചെയ്യേണ്ടത്?
പ്രിയയുടെ വിവാഹം നടത്തുക എന്നതാണല്ലോ അങ്കിളുടെ ഏറ്റവും വലിയ സ്വപ്നം. അതേ മോനെ, എന്റെ മനസ്സിൽ ആദ്യം ഇപ്പൊ അത് മാത്രമാ. അങ്കിൾ പ്രിയയ്ക്ക് നല്ലൊരു പയ്യനെ വേഗം കണ്ടുപിടിക്കണം. ആ കല്യാണത്തിന് വരുന്ന മുഴുവൻ ചെലവും ഞാൻ വഹിക്കും. മോന്റെ ഈ മനസ്സ് എന്റെ മോള് കണ്ടില്ലല്ലോ. സാരമില്ല അങ്കിൾ. പക്ഷെ കല്യാണം കഴിഞ്ഞ് പ്രിയ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ ജ്യോതി അങ്കിൾ തിരികെ കൊണ്ടുപോയിരിക്കണം. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനിൽ അങ്കിള് തന്നെ അവളെ കൊണ്ട് ഒപ്പിടിക്കണം. പ്രിയയുടെ കല്യാണം നടത്താൻ ഞാൻ തരുന്ന സ്വർണവും പണവും ജ്യോതിക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുകയായിട്ട് കരുതിയാൽ മതി. മോനെ, ലോകത്ത് ഒരച്ഛനും ഇങ്ങനൊരു വിധി ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞ കണ്ടീഷന് തയ്യാറാണെങ്കിൽ ഒരു ജോലിക്കാരിയെ പോലെ പ്രിയയുടെ വിവാഹം വരെ ഞാൻ അവളെ അമരാവതിയിൽ താമസിപ്പിക്കാം. പ്രിയയുടെ കല്യാണം കഴിയുന്നവരെ ജ്യോതി ഇക്കാര്യം അറിയാനും പാടില്ല. കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രിയയെ കാത്തിരിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ വേറെയുണ്ട്. എന്തത്ഭുതം? മരിച്ചുപോയ എന്റെ മമ്മിയുടെ ലോക്കറിലിരിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം ട്രഡീഷണൽ ഓർണമെന്റ്സാ. ഏകദേശം ഒരു 100-150 പവൻ വരുമെന്നാ എന്റെ ഒരു കണക്കൂടൽ. 150 പവനോ? എന്റെ ഭഗവതി, എന്തൊരു ഭാഗ്യവതിയാ നീ. അതെല്ലാം പ്രിയയ്ക്കുള്ളതാ. പ്രിയമോളെ, അതിന്ന് കുറച്ച് എനിക്കൂടെ തരണം കേട്ടോ. ആദ്യം ഇതൊക്കെ ഞാനൊന്ന് കണ്ടോട്ടെ. എന്നിട്ട് ആലോചിക്കാം അമ്മയ്ക്ക് അതിൽ എന്തൊക്കെ തരണോന്ന്. കണ്ടില്ലേ അവിനാശ ഇവള് പിശുക്കത്തരം പറയുന്നേ. ദേ, നീ അത് എനിക്കൂടെ തന്നില്ലെങ്കിലേ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ മോഷ്ടിക്കും. നോക്കിക്കോ. എന്തിനാ ആന്റി മോഷ്ടിക്കുന്നത്? അത് മുഴുവൻ പ്രിയയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല, ആന്റിക്കും കൂടെ ഉള്ളതാ. ആണോടാ മോനെ? ഞാൻ ഇന്ന് തന്നെ രാമകൃഷ്ണ കണിയാരി ഒന്ന് കാണുന്നുണ്ട്. എത്രയും വേഗം നല്ലൊരു മുഹൂർത്തം നോക്കണം. മോനെ, അതില് പാലക്കാമാലയുണ്ടോ? പാലക്കാമാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആന്റി, ഞാൻ പറഞ്ഞില്ലേ എല്ലാം ട്രഡീഷണലാ. പാലക്കാമാലയും പവിത്രക്കെട്ടും പിന്നെ പഴയ നാഗമർത്തുമാല എല്ലാം ഉണ്ട്. അതെല്ലാം ആന്റിക്കുള്ളതാ. എന്റെ ദൈവമേ, എത്രയ്ക്കും നല്ലൊരു മരുമകനെയാണല്ലോ നീ എനിക്ക് കൊണ്ടു തന്നത്. നീ ഭാഗ്യവതിയാ. ഞാൻ ഇന്ന് തന്നെ കണിയാനെ കാണും. നോക്കിക്കോ. അതെ, അച്ഛൻ വരാനുള്ള സമയം. അവിനാശ് പോയിക്കോ, ഞാൻ വിളിക്കാം. ആന്റി, മുഹൂർത്തം നോക്കിയിട്ട് എന്നെ അറിയിച്ചാ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി ശരി ആന്റി. അതെ, തന്ത്രപരമായിട്ട് വേണം ഇനി അവനോട് പെരുമാറാൻ. എന്തിന്? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എടി, വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ആ ആഭരണങ്ങളെ ലോക്കറിൽ നിന്നെടുത്ത് നിന്നെ ഏൽപ്പിക്കാൻ പറയണം. മനസ്സിലായോ? ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. സ്വർണത്തിനോട് ഇത്രയും ആർത്തി ഉണ്ടോ അമ്മ? ശരി, ഞാൻ പറഞ്ഞേക്കാം. പോരെ? ആർത്തി തന്നെ അടി. 150 പവൻ, ഏകദേശം 1/2 കോടിയിലധികം രൂപയുടെ മുതല്. ഈ കല്യാണം നടത്തുന്നതിന് പകരമായി ആ 150 പവനും ഞാൻ അടിച്ചു മാറ്റും. അമ്മ, ഞാൻ ഈ വീട്ടിലെ ആരാ? ജോലിക്കാരിയാണോ? അതോ അതിലും താഴെയാണോ എന്റെ സ്ഥാനം? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, ശിക്ഷിച്ചോട്ടെ, വേണമെങ്കിൽ ഉപദ്രവിച്ചോട്ടെ. പക്ഷെ അമ്മ എന്നെ എങ്ങനെ അവഗണിക്കുന്നത്? എനിക്ക് സങ്കടമാ. എന്തെങ്കിലും ഒന്ന് മിണ്ടമ്മ. അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ എന്റെ ചങ്ക പറഞ്ഞു പോകുന്ന പോലെയുണ്ട്.
എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, മണ്ടത്തരവും പറ്റിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മനഃപൂർവ്വം DK ചതിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ മോനെ രക്ഷിക്കാൻ വേണ്ടിയാ സത്യം പറഞ്ഞ ഞാൻ ഇവിടെ നിന്നത് തന്നെ. എന്നിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. ആ ജയരാമൻ എന്റെ അച്ഛനെ കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. അതുകൊണ്ടാ അയാൾ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നത്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അമ്മയോടോ DKയോടോ ഞാൻ ഇതിനെക്കുറിച്ച് പറയണമായിരുന്നു. ആ തെറ്റ് എന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാ. പക്ഷെ എന്നോടിങ്ങനെ മിണ്ടാതിരിക്കല്ലേ അമ്മ. അധിക്ഷേപിച്ചാലും തല്ലിയാലും ഞാൻ സഹിച്ചോളാം. പക്ഷെ ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ പെറ്റമ്മയെ കളി ഞാൻ സ്നേഹിച്ചതല്ലേ. എന്നോടിങ്ങനെ ചെയ്യല്ലേ. ഞാൻ അമ്മയുടെ കാല് പിടിക്കാം പ്ലീസ്. അമ്മ, ഞാൻ മനസ്സറിഞ്ഞ ആരെയും ചതിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കും. പ്രായപൂർത്തിയായവരാ ഞാനും അവിനാശും. എന്റെ ജീവിതത്തെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ എനിക്കാണ് അവകാശം. അതുകൊണ്ട് എനിക്ക് അവിനാശിനെ ഇഷ്ടമാണ്. ഞാൻ അവനെ തന്നെ വിവാഹം കഴിക്കും. എന്തു പറയണേ? ഇനി എന്റെ മോളെ തൊട്ടുപോരുത്. അലണ്ട. സ്വന്തം മോൾക്കൊരു നല്ല ബന്ധം വരുമ്പോ അത് മുടക്കാൻ ശ്രമിക്കുന്ന നിങ്ങളൊരു അച്ഛനാണോ? മേലിൽ അച്ഛൻ എന്റെ കല്യാണ കാര്യത്തിൽ ഇടപെടരുത്. ഇടപെട്ട ഞാൻ അവന്റെ കൂടെ ഇറങ്ങിപ്പോവും. അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരിക്കണം. ഇല്ലെങ്കിൽ ഇതായിരിക്കും ഗതി. അനുഭവിച്ചോ? കണി കാണാൻ വരരുതെന്ന് നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇത് അമ്മയ്ക്ക് എന്റെ വിഷു സമ്മാനം. താങ്ക് യു മൈ സൺ. മയെ താങ്ക് യു DK. താര ചിത്ര. താങ്ക് യു DK. ഈ കുടുക്ക് ഞങ്ങളുടെ വക ഫ്രീ. ഇനി നിനക്ക് സന്തോഷത്തോടെ മരിക്കാം. ഹാപ്പി വിഷു പ്രിയപ്പെട്ട അമ്മായിയമ്മേ. ഈ വീട്ടിനകത്തൊന്നും കയറി തൂങ്ങിയേക്കരുത്. പുറത്ത് വല്ല മരക്കൊമ്പിലോ അല്ലെങ്കിൽ വേണ്ട, ഇന്ന് വൈകിട്ട് നീ നിന്റെ വീട്ടിൽ പോയി തൂങ്ങിയാ മതി. അതാവുമ്പോ ഈ വീട്ടിൽ നിന്റെ പ്രേതബാധ ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ നല്ല ഒന്നാന്തരം വിഷുസദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഊണ് കഴിക്കുന്ന സമയത്ത് ആ വഴിക്കിങ്ങ് വന്നേക്കരുത്. ഈ വർഷത്തെ വിഷു ഞങ്ങള് സന്തോഷമായിട്ടൊന്ന് ആഘോഷിക്കട്ടെ. എന്താടി നോക്കുന്നത്? നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ.
പൂങ്കണ്ണീരും കൊണ്ട് ഈ മുറിയിലിരുന്നോണം. DK വിഷുസദ്യ കഴിക്കുന്ന സമയത്ത് അവിടെ എങ്ങും കണ്ടുപോരുത് നിന്നെ. ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ് DKയുടെ പട്ടിയില്ലേ റോക്കി, അതിനും വിളമ്പി കൊടുത്തു കഴിഞ്ഞ് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നീ വന്ന് കഴിച്ചാ മതി. അത്രക്കേ ഉള്ളൂ ഇപ്പൊ ഈ വീട്ടിൽ നിന്റെ സ്ഥാനം. സ്വന്തം സ്ഥാനം മറന്ന് നീ അഹങ്കരിച്ചതിന്റെ ശിക്ഷയായത്. സൂക്ഷിച്ചു വെച്ചോ. താങ്ക്സ്. എന്തായാലും എന്റെ മരുമക്കൾക്ക് എനിക്കൊരു വിഷ് കൈനീട്ടം തരാൻ തോന്നിയല്ലോ. അതും ഇതുപോലെ ഈ ലോകത്ത് ആർക്കും കിട്ടാത്തൊരു സമ്മാനം. ഒരുപാട് നന്ദിയുണ്ട്. ഇതിന്റെ പേരിൽ എനിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ വിഷുസദ്യ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അങ്ങോട്ട് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. പക്ഷെ ഞാനൊരു മനുഷ്യജീവിയല്ലേ. വിശപ്പും ദാഹവും ഒക്കെ എനിക്കുമില്ലേ. ഈ വീട്ടിലെ പട്ടിക്കും കൂടി വിളമ്പിയതിനു ശേഷം ബാക്കിയുള്ള ആഹാരം എനിക്ക് വെച്ചേക്കണേ മരുമക്കളെ. ഇന്നത്തെ ദിവസം അത് കഴിക്കുന്നതും എനിക്ക് സന്തോഷം തന്നെയാണ്. പൊയ്ക്കോ, നിങ്ങൾ പോയി കഴിക്കുക. എല്ലാവർക്കും ഹാപ്പി വിഷു. ചെല്ല്. ഓ ആ പിന്നെ ഈ സമ്മാനം ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ച അത് ഈ മുറി തന്നെ ആയിരിക്കും. പക്ഷെ അതിനു മുമ്പ് നല്ല വെടിപ്പുള്ള അക്ഷരത്തിൽ എന്റെ ആത്മഹത്യക്ക് ഉത്തരവാദികൾ നിങ്ങൾ 3 പേരുമാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടേ മരിക്കൂ. ഇത്രയും നല്ല സമ്മാനം നിങ്ങൾ എനിക്ക് തന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്കും ഇത് നല്ല സമ്മാനം തിരിച്ചു തരണ്ടേ? ഈ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന എന്റെ ശരീരത്തിൽ എന്റെ മരണക്കുറിപ്പുണ്ടാകും. എന്തായാലും ചക്ക വിളഞ്ഞപ്പോ ചേട്ടൻ എന്നെ ഓർത്തല്ലോ. ഐ ആം വെരി ഹാപ്പി. വരിക്കച്ചക്ക എന്റെ വീക്ക്നെസ് ആണെന്ന് ചേട്ടൻ മറന്നില്ലല്ലോ. ഞാനങ്ങനാ രക്തസ്നേഹം മൂത്ത പ്ലാവേലല്ല തെങ്ങേല് വരെ വലിച്ചു കയറും, അറിയാവോ? ചുമ്മാ തന്നാത്തൂനെ. ഇങ്ങോട്ട് പോരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനാ ജോലിക്കാരനെ കൊണ്ട് ഇന്നലെ ചക്ക ഇടിച്ചത്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് കേട്ടില്ലേ? കേറി പറിച്ചതാ പോലും. നാത്തൂനെ, ചേട്ടനെ എനിക്കറിയത്തില്ലേ. എന്തായാലും ചേട്ടൻ എന്നെ വിഷുവായിട്ട് കാണാൻ തോന്നിയല്ലോ. ആ അതെങ്ങനാ തോന്നാതിരിക്കുവോ? എനിക്ക് വിഷുക്കൈ നീട്ടം തരണമെന്ന് നിനക്കും തോന്നാതിരിക്കുവോ? അതുകൊണ്ടാ വന്നത്. അതിന് പറ്റിയില്ലെങ്കിൽ നിനക്ക് സങ്കടമാകുമല്ലോ എന്ന് വിചാരിച്ചപ്പോ എനിക്കവിടെ ഇരിപ്പുറച്ചില്ല പെങ്ങളെ. അമ്മായി, അമ്മാവ, സുഖമല്ലേ രണ്ടുപേർക്കും? സുഖമൊക്കെ പിന്നെ പറയാം. നീ ആദ്യം ആ ടാക്സിക്കാരന് കൂലി കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കാം. ചെല്ലടാ. എവിടെ നാത്തൂനെ ജ്യോതിയും കൊച്ചുമരുമക്കളും ഒക്കെ? എല്ലാരും അകത്തുണ്ട്. വിഷുവർഗത്തിന്റെ തിരക്കില്ല. ആഹാ, ഇവിടെ ഇത്രയും ഒരുക്കങ്ങളുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ ഇങ്ങ് പോരത്തില്ലായിരുന്നോ? കാറുകാരന് കാശ് കൊടുത്തായിരുന്നോ? കൊടുത്തു. എന്നാ പിന്നെ കൈനീട്ടം ഇങ്ങെടുക്കും.